ഗൈസ് ഇന്ന് ISL ഒരു ഡബിൾ ഹെഡർ ഡേ ആയിരുന്നു. ജംഷഡ്പൂർ FC മുംബൈ സിറ്റി FC തമ്മിലുള്ള മത്സരം, അതുപോലെ തന്നെ മുഹമ്മദനും ഗോവയും തമ്മിലുള്ളൊരു മത്സരമുണ്ടായിരുന്നു. സോ ഞാൻ ആദ്യം ക്യാപ്ഷനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽഡ് കണ്ടൻറ്റേഴ്സിന് ഇരുട്ടടി എന്നുള്ളതായിരുന്നു. പക്ഷേ ഗോവ മത്സരത്തിൽ മുഹമ്മദൻ മത്സരത്തിൽ ഗോവ അവസാനം ഗോളടിച്ചതുകൊണ്ട് അത് മാറ്റിയിരിക്കുന്നു. സോ എന്താണെങ്കിലും രണ്ട് ടോപ്പ് കണ്ടൻറ്റേഴ്സിന് പണിവാളിയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ആദ്യത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഷഡ്പൂരും മുംബൈ സിറ്റി FCയും തമ്മിൽ നടന്ന മത്സരമാണ്. ആ മത്സരത്തിൽ 3-2 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ജംഷഡ്പൂർ FC വിജയിച്ചത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത് മുംബൈ സിറ്റി FC ആണ്, അവരുടെ നിക്കോളാസ് കാരലിസിലൂടെ. പിന്നീട് ഒരു കംബാക്കാണ് നടത്തിയത്. അത് 3 ഗോൾസ് അടിച്ചുകൊണ്ട് ജംഷഡ്പൂർ FC തിരിച്ചു വന്നു. അതിനുശേഷം 79ാമത്തെ മിനിറ്റിൽ വാനീഫ് സെക്കൻഡ് ഗോൾ അടിച്ചെങ്കിലും മുംബൈ സിറ്റി FCക്ക് ഒരു ഈക്വലൈസർ ഒന്നും നേടാൻ സാധിച്ചില്ല. 3-2 തന്നെ അവസാനിച്ചു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ടീമുകളും നല്ല രീതിയിലുള്ളൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും അറ്റാക്സൊക്കെ വന്നിട്ടുള്ളൊരു മത്സരമാണ് എന്നുള്ളതാണ്. പിന്നെ മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ മിഡ്ഫീൽഡിലെ പ്രധാനപ്പെട്ട താരം ഇപ്പം ടോറലും അതുപോലെ തന്നെ മൻസോറയും മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൈർ ക്രോമയാണ് അവിടെ കളിപ്പിച്ചിരുന്നത് മിഡ്ഫീൽഡിൽ, ഡിഫൻഡറായിട്ടുള്ളൊരു താരത്തെ. സോ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ മുംബൈ സിറ്റി FC സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ജംഷഡ്പൂർ FC വാട്ട് എ പെർഫോമൻസ്. ഇതിൽ ഇൻ പേപ്പറിലൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ടീമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ISL എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ പല പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരൊരു ആവറേജ് ഓർ എബോ ആവറേജ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് കണ്ടിരുന്ന പ്ലേയേഴ്സാണ്. ആ ടീമിനെ വെച്ചിട്ട് വാട്ട് എ ഗെയിം പ്ലേ എന്നുള്ളത്, അതിൽ ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഒരു കോച്ചിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് മാച്ചിൽ മനോലയുടെ ഗോവയെ പരാജയപ്പെടുത്തി. ഈ മാച്ചിൽ കഴിഞ്ഞ വർഷത്തെ ISL കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള മുംബൈ സിറ്റി FCയെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത്, അതും സീസണിൻ്റെ തുടക്കത്തിലെ 2 മത്സരങ്ങൾ, അത് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു മത്സരത്തിലെ ഗോളുകളെല്ലാം അടിപൊളി ഗോളുകളായിരുന്നു എന്നുള്ളതാണ്. എല്ലാം ലോങ് റേഞ്ച് ഗോളുകളും. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം മിസ്സാക്കേണ്ടാത്തൊരു മത്സരം തന്നെയാണ് എന്നുള്ളത് സംശയം പറയാൻ സാധിക്കും. ഇനി അടുത്ത മത്സരം മുഹമ്മദനും ഗോവയും തമ്മിൽ നടന്ന മത്സരം. ഗോവ കഴിഞ്ഞൊരു മത്സരത്തിൽ നമുക്കറിയാം കളിയുടെ ഒരു 10-15 മിനിറ്റ് അല്ലെ 10-20 മിനിറ്റ് കളിച്ചിട്ടുള്ളൊരു ഗെയിം എങ്ങനെയാണ്, നമ്മൾ ഗംഭീര ഗെയിമാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ഗോളും സ്കോർ ചെയ്യാൻ സാധിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് പറഞ്ഞ ജംഷഡ്പൂർ FC ആ മാച്ച് തിരിച്ചെത്തിയിട്ട് അവർക്കൊരു തോൽവി നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ആദ്യ മിനിറ്റിലെ 20, അതായത് ജംഷഡ്പൂരിനെതിരെ നമ്മൾ 20 മിനിറ്റിൽ കണ്ടിട്ടുള്ള ഗോവ ഈ ഒരു മാച്ചിൻ്റെ ഒരു മേഖലയിലും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മുഹമ്മദൻ വാട്ട് എ പെർഫോമൻസ്. കാരണം I-ലീഗിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണെന്നോ അല്ലെങ്കിൽ മറ്റ് ടീമുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻ പേപ്പറിൽ അത്ര വലിയൊരു സെറ്റപ്പ് ഇല്ലാത്ത ടീമാണെന്നോ ഒന്നും അല്ല. അവരുടെ ആ പ്ലേയേഴ്സ് കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ ടോപ്പ് ലെവൽ എന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സോ ഇപ്പം ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ 22 ഷോട്ട്സാണ് അവർ ഈ ഒരു മത്സരത്തിൽ അടിച്ചത്. അതിൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. ഗോവ 11 ഷോട്ടും 4 ഷോട്ട് ഓൺ ടാർഗറ്റുമാണുള്ളത്. ഇവർക്ക് നല്ലൊരു ഫിനിഷർ ഉണ്ടായിരുന്നു മുഹമ്മദിന്. സത്യം പറഞ്ഞ 1-2 ഗോൾസ് അടിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഫിനിഷിങ്ങിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. മാത്രമല്ല കട്ടിമണി ബ്രില്യൻ സേവുകൾ ഈ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രോസ് ബാറിൽ അടിച്ചു പോയിട്ടുള്ള ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഗോള് വരുന്നത് ഒരു പെനാൽറ്റിയാണ്. അതൊരു സോഫ്റ്റ് പെനാൽറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അതിനുശേഷം മത്സരം അവർ വിജയിച്ചു എന്ന് തോന്നിയിട്ടാണ് 94th മിനിറ്റിൽ അർമാൻഡോ സാദിഖുവിൻ്റെ ഒരു ഗോള് വരുന്നത്. ആകാശ് നോങ്കാൻ്റെ ഒരു നല്ല ക്രോസ്, നന്നായിട്ട് ഒരു ഹെഡർ ഗോൾ അടിക്കാൻ സാധിച്ചു. അർമാൻഡോ അങ്ങനെ തുടർച്ചയായിട്ടുള്ള 2 മത്സരത്തിലും ഗോൾ അടിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് മനോല എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയാകുന്നുണ്ട്. കാരണം ഇന്ത്യയുടെയും ഗോവയുടെയും ആ ഒരു ഡ്യൂട്ടി ഒന്നിച്ചാണ്. അതാണോ അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു ഫസ്റ്റ് വിൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഒരു പോയിന്റ് നേടാൻ സാധിച്ചു. മുഹമ്മദിനും ISL ചരിത്രത്തിൽ ആദ്യ ഗോളും ആദ്യ പോയിന്റും വന്നിട്ടുള്ളൊരു മാച്ചായിരുന്നു. സോ പക്ഷേ അവർക്ക് വിജയിക്കാവുന്ന മത്സരമായിരുന്നു. ആ രീതിയിൽ പെർഫോമൻസ് അവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണെങ്കിലും എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? തീർച്ചയായിട്ടും ഈ ISL സീസൺ ഉറപ്പായിട്ടും ത്രില്ലിംഗ് ആണ്. ഇതുവരെയുള്ള പല മാച്ചസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഗോൾസ്, കംബാക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു. സോ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമ്പോസ് സൈനിങ് ഓഫ്.